CPI നേതാവ് പ്രകാശ് ബാബു നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പ്രകാശ് ബാബു, എന്തിനാണ് ഇങ്ങനെ LDF-ൽ തുടരുന്നത്? കോൺഗ്രസ് UDF-ന്റെ ഭാഗമാകൂ, ക്ഷണിക്കുകയാണ് ഔദ്യോഗികമായി KPCC അധ്യക്ഷൻ നിങ്ങളെ. എന്താണ് പറയാനുള്ളത്? അതൊക്കെ സുധാകരന്റെ രാഷ്ട്രീയ പാപ്പരത്വം, അല്ലാതെ ഒന്നും അതിൽ പേരിൽ പ്രതികരിക്കാനില്ല. വെറും രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തുള്ള രാഷ്ട്രീയ പാപ്പരത്വം മാത്രമാണ്. വേറെ അതിന്മേൽ ഒരു പ്രതികരണത്തിനും ഞാൻ. CPI അടിമകളെ പോലെ തുടരുന്നു എന്നാണ് പറഞ്ഞത് LDF-ൽ. അതാ ഞാൻ പറഞ്ഞത്, അത് സുധാകരന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത്. വേറെ ഒരു കാര്യമില്ല. ഈ വിഷയങ്ങളിൽ CPM സ്വീകരിച്ചൊരു ഹലോ, കോൾ കട്ടായെന്ന് തോന്നുന്നു. എന്തായാലും സുധാകരന്റെ രാഷ്ട്രീയ പാപ്പരത്വം എന്നുള്ളതാണ് CPI-യിൽ നിന്ന് വരുന്ന ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത്. അത് മാത്രമാണ് എന്തായാലും പ്രകാശ് ബാബു മറുപടിയായി പറയാൻ തയ്യാറായത്. ഫെലിക്സ്, CPI-യുടെ ആദ്യത്തെ പ്രതികരണം അതും ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുകയാണ്. സുധാകരന്റെ രാഷ്ട്രീയ പാപ്പരത്വം. തീർച്ചയായിട്ടും CPI അങ്ങനെ ഒരു നിലപാട് ഈ ഒരു ഘട്ടത്തിലും സ്വീകരിക്കില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ കെ സുധാകരൻ ഇങ്ങനെയൊരു സമീപനം വെക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തിൽ CPI-ക്ക് കടുത്ത എതിർപ്പുണ്ട്. ആ എതിർപ്പൊന്നും വകവയ്ക്കാതെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അടിമകളെ പോലെയാണ് CPI LDF-ൽ കഴിയുന്നത്. അങ്ങനെ കഴിയണമെന്ന് അവർക്ക് ആലോചിക്കാം. അതിനുശേഷം തെറ്റുകൾ തിരുത്തി അവർക്ക് മുന്നോട്ട് വരികയാണെങ്കിൽ UDF ആലോചിച്ച്, കോൺഗ്രസ് ആലോചിച്ച് മാത്രം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകും എന്നതാണ് സുധാകരൻ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തിയാണ്. അത് സംസാരത്തിനപ്പുറത്തേക്ക് അത് പ്രാവർത്തികമാകാനുള്ള സാധ്യത വളരെ വിരളവുമാണ്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് CPI-ക്ക് പ്രത്യേകിച്ച് മുന്നണിക്കുള്ളിലുണ്ട്. ആ അതൃപ്തി അവർ പരസ്യമാക്കിയതാണ്. പ്രകാശ് ബാബു തന്നെ അദ്ദേഹം ജനയുഗത്തിലെ ലേഖനത്തിൽ തന്നെ അത് വ്യക്തമാക്കിയതാണ്. അപ്പോഴും അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സുധാകരൻ വാക്കുകൊണ്ട് അങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് അത്ര പെട്ടെന്നൊന്നും അത് പ്രാവർത്തികമാകാനുള്ള സാധ്യതയില്ല. ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ, ഇതിലൊരു ആലോചനയോ ചർച്ചയോ ഒന്നും നടന്നില്ല എന്ന്. ശരി ഫെലിക്സ്.